സുഹൃത്തുക്കളെ, അപ്പോൾ ഞാൻ ഇന്ന് വന്നേക്കണമെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ക്യാൻവ ഉപയോഗിച്ച് ഒരു സൂപ്പർ മാർക്കറ്റിനൊക്കെ പ്രൊമോഷണൽ പോസ്റ്റ് എങ്ങനെ ചെയ്യാമെന്നുള്ളത് ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ക്യാൻവ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ക്യാൻവ ആപ്ലിക്കേഷൻ അപ്പോൾ അത് പ്രോ ആണ് ഇപ്പോൾ എൻ്റെ ഉള്ളത്. പ്രോ വെച്ചാണ് ഞാൻ പറയുന്നത്. പ്രോ ഇല്ലാതെ നമുക്ക് ചെയ്യാവുന്നതാണ്. കാരണം അതിനുള്ള കുറേ ഓപ്ഷൻസ് നമുക്കതിൽ കിട്ടും. അത് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ ക്യാൻവ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ ഒരു പോസ്റ്ററിൻ്റെ ഡിസൈൻ എടുക്കുക. അതായത് A4 ഷീറ്റാണ് പോസ്റ്റർ പോർട്രേറ്റ് എന്നുള്ള എടുക്കുക. എന്നിട്ട് നമ്മൾ ഡിസൈൻ എടുത്തിട്ട് ഡിസൈനിൽ സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്തിട്ട് അതിൽ ഗ്രോസറി എന്നുള്ളൊരു ഇത് കൊടുക്കുക. ഗ്രോസറി അടിച്ചു കൊടുക്കുക. ഗ്രോസറി സ്റ്റോർ എടുത്ത് കണ്ട താഴെ ഒരുപാട് പോസ്റ്റർ ഉണ്ട്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരെണ്ണം എടുത്ത് നമുക്ക് എഡിറ്റ് ചെയ്യാവുന്നുള്ളൂ. നമ്മൾ സ്വന്തമായിട്ട് ബിസിനസ് നടത്തുന്നതാണോ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾക്ക് ബിസിനസ് നടത്തുന്നുണ്ടെങ്കിലൊക്കെ അത് അങ്ങനെ, കാരണം ആഴ്ചയിലൊക്കെ പ്രൊമോഷൻ ചെയ്യേണ്ടി വരും ചില ആൾക്കാർ. അതൊക്കെ ചെയ്ത് വെക്കാൻ പറ്റുന്നുണ്ട്. അപ്പം ഞാൻ ഇതേപോലെ ഒരു പോസ്റ്റർ എടുത്ത് അത് നമുക്കവിടെ കണ്ട മഞ്ഞ സൈഡിൽ നമുക്കവിടെ ലോഗോ കൊടുക്കാം. ഗ്രോസറിനോടത്ത് നമുക്ക് പേര് കൊടുക്കാം. താഴെയുള്ളവർ ഓരോന്നിലും നമുക്ക് ഐറ്റംസ് മാറി കൊടുക്കാം. ഐറ്റംസ് മാറ്റാം. അതിൻ്റെ ആഴ്ചയിലെ വില നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ അതെല്ലാം നമുക്കങ്ങനെ ചെയ്യാൻ പറ്റും. കണ്ട എല്ലാം അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഡിസൈൻ ചെയ്യുന്ന ആൾക്കാർക്ക് ഉള്ളൊരു പ്രത്യേക ഒരു അറിവായിരിക്കും ഇത്. കാരണം എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നുള്ളൂ. കാരണം ഓരോ ആഴ്ചയിൽ പ്രൊമോഷൻ, ഇപ്പോൾ നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ ആണെങ്കിൽ ഓരോ ആഴ്ചയിൽ നമ്മളതിൻ്റെ പ്രൊമോഷനിൽ പോസ്റ്റ് ചെയ്യണം. അതായത് ഓരോ ആഴ്ചയിൽ വില മാറി വരും. വെജിറ്റബിൾസിന് മാറി വരും, ഗ്രോസറിക്ക് മാറി വരും. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ഇപ്പോൾ ക്യാൻവ അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് സുന്ദരമായിട്ട് ചെയ്യാവുന്നതാണ്. എത്ര പേജ് വേണമെങ്കിലും ചെയ്യാം. അത് കണ്ട എത്ര പേജുകളൊന്നും ചെയ്യാം. നമുക്ക് അതിൻ്റെ കളർ മാറ്റി കൊടുക്കാം. എലിമെൻറ്റ്സ് എടുത്ത് നമുക്ക് പ്രൈസ് ടാഗിൻ്റെ വേണമെങ്കിൽ മാറ്റി കൊടുക്കാം. എല്ലാം ചെയ്യാം. അത് കഴിഞ്ഞ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമ്മളത് ഇപ്പോൾ പ്രോ ആണെങ്കിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്യാനായിട്ട് PNG ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ സൈസ് മാറ്റി കൊടുക്കണം. അതായത് ഇത് പ്രത്യേകത കേട്ടോ. നമുക്ക് പ്രോ ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് സാധാ സൈസ് പറ്റുള്ളൂ. പ്രോ അല്ല. അതേപോലെ PDF ആയിട്ട് എടുക്കണമെങ്കിൽ നമുക്ക് പ്രിൻറ്റ് ചെയ്യാനൊക്കെ ആണെങ്കിൽ PDF RGB എന്നുള്ള ടൈപ്പാണ് എടുക്കേണ്ടത്. അത് പറയുന്നുണ്ട് അവർ. ഡിജിറ്റൽ യൂസ് ആണെങ്കിൽ വേറെയാണ് എടുക്കേണ്ടത്. ഓക്കെ, RGB എന്നുള്ളത് നമുക്ക് പ്രിൻറ്റ് ചെയ്യാനായിട്ട് എടുക്കേണ്ടത്. അതെല്ലാം നമുക്ക് PDF PNG ആയിട്ട് എടുക്കണമെങ്കിൽ PNG ആയിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും. ഓക്കെ, അതേപോലെ കണ്ട ഇപ്പോൾ അത് നോക്കി ഒരു ഫോട്ടോ ഞാൻ മാറ്റി കൊടുത്താണ്. അതിൽ വഴുതനങ്ങ ആക്കി കൊടുത്തു. ഇനി അതിൻ്റെ പേര് മാറ്റാം, മാറ്റാം അങ്ങനെ ചെയ്യാം. അതേപോലെ ഓഫർ അടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അപ്പോൾ എന്തെങ്കിലും ഓഫർ കാണിക്കണം. ഇപ്പോൾ വീക്കിലി ഓഫറാണ്, സ്പെഷ്യൽ ഓഫർ കണ്ടത്. ഓഫർ അടിച്ചു കൊടുത്താൽ നമുക്ക് നമ്മുടെ ഡിസൈനിന് അനുയോജ്യമായ രീതിയിലുള്ള എലമെൻറ്റ്സ് നമുക്ക് കിട്ടും. അത് വെച്ച് നമുക്ക് നമ്മുടെ ഡിസൈൻ നമ്മുടെ ഭാവനയ്ക്കനുസരിച്ച് നമുക്ക് ബെറ്റർ ആക്കാൻ സാധിക്കും. അതാണ് പ്രത്യേകത. എന്തായാലും എല്ലാവരും ഒന്ന് ശ്രമിച്ച് നോക്കൂ. കാരണം ഞാൻ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതൊരു പുതിയ അറിവാണെന്നല്ല വിചാരിക്കുന്നു. അപ്പോൾ അറിയുന്നവരെല്ലാവരും എന്തായാലും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.